ഇന്ത്യയുടെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ യാത്ര ആരംഭിച്ചതിൽ നിർണായക പങ്കാണ് കാക്കനാട് സെസ്സിൽ പ്രവർത്തിക്കുന്ന ഫ്ലൂട്രോൺ ഇന്ത്യ കമ്പനി വഹിച്ചിരിക്കുന്നത്. കംപ്രസർ, ഡിസ്പെൻസർ തുടങ്ങിയ കമ്പോണൻസ് നിർമ്മിച്ചത് ഫുൾട്രോണിന്റെ കോയമ്പത്തൂരിലെ ഫാക്ടറിയിലാണ്. ഹൈഡ്രജൻ ഇന്ധനത്തിന്റെ കേരളത്തിലെയും ഇന്ത്യയിലെയും സാധ്യതകളെപ്പറ്റി ഫ്ലൂട്രോൺ ഇന്ത്യ ഗ്ലോബൽ സെയിൽസ് ഡയറക്ടർ മാതൃഭൂമി ന്യൂസിനോട് വിശദീകരിച്ചു. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ, ആ ട്രെയിനിലെ ഇന്ധനം നിറയ്ക്കുന്ന സാങ്കേതിക വിദ്യ നിർമ്മിച്ച കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫ്ലൂട്രോൺ ഇന്ത്യ എന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ ഗ്ലോബൽ സെയിൽസ് ഡയറക്ടറായിട്ടുള്ള മോട്ടി ഐ തോമസ് ആണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. വലിയ അഭിമാനമുള്ളൊരു നിമിഷമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു 30 അംഗങ്ങളുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് എൻജിനീയേഴ്സാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. അതിൽ ആ ഫ്ലൂട്രോൺ US-ലുള്ള ടെക്നോളജിയാണ്. അവിടെ നിന്നുള്ള ടെക്നോളജി നമ്മൾ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ ഇന്ത്യൻ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം നമ്മൾ ഫോളോ ചെയ്തിട്ട് നമ്മളത് ഇന്ത്യയിൽ ബിൽഡ് ചെയ്യണം. അപ്പം കോസ്റ്റ് വൈസ് ഓൾസോ നമ്മൾക്ക് ഇന്ത്യൻ ഒരു സിനാരിയോയിൽ അത് കുറച്ച് കൊണ്ടുവന്ന് നമ്മൾ ചെയ്യാനാണ് ശ്രമിച്ചത്. ശരിക്കും ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഭാവിയുടെ ഒരു ഇന്ധനമായിട്ടാണ് കണക്കൂട്ടുന്നത്. അതപ്പോൾ പരിസ്ഥിതിക്കൊക്കെ എത്രത്തോളം സൗഹാർദ്ദപരമായിട്ടുള്ള തരത്തിലാണ് അതിൻ്റെ ഒരു പ്രവർത്തനമൊക്കെ വരുന്നത്? അതായത് ഹൈഡ്രജനിൽ നിന്ന് നമ്മൾ എമിറ്റ് ചെയ്യുന്നത് വായുവാണ്. അതിൻ്റെ ഔട്ട്പുട്ട് അത് പരിസ്ഥിതിക്ക് യാതൊരു രീതിയിലുള്ള ആഘാതങ്ങളും ഉണ്ടാക്കാത്ത ഒരു ഇന്ധനമാണ്. അപ്പം അതിനെ പ്രൊമോട്ട് ചെയ്യാനാണ് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോജക്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ഈ ട്രെയിനിൻ്റെ പ്രോജക്റ്റ്. ഈ കാർബൺ ന്യൂട്രൽ പോലുള്ള വലിയ ആഗോളതലത്തിൽ തന്നെയുള്ള ആ പദ്ധതിയുടെ ഒരു ഭാഗമായിട്ടുള്ള ആദ്യ ചോടൊപ്പമാണല്ലേ ഇത്? തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ നാഷണൽ സ്കീം അനുസരിച്ച് നമ്മൾക്ക് 2044 to 2047 ആകുമ്പോൾ നമ്മൾ എനർജി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ 2070 ആകുമ്പം നമ്മൾ കാർബൺ ന്യൂട്രൽ ആണ്. യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത്തരത്തിൽ ഹൈഡ്രജൻ സ്വന്തമായി ഉത്പാദിപ്പിക്കുന്ന അങ്ങനെ പ്രവർത്തിക്കുന്ന വാഹനം വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ഗുണം ചെയ്യില്ലേ? ഇപ്പം ഇന്നത്തെ ഒരു എക്കണോമിക് അല്ലെ ഒരു സിനാരിയോ വെച്ച് ഒരു വാർ സിനാരിയോയിൽ ഓൾമോസ്റ്റ് നമ്മളിപ്പം 60 ബില്യൺ ആണ് നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞ വർഷം നമ്മൾ ഇതിനു വേണ്ടി ഓയിലിന് വേണ്ടി നമ്മൾ കൊടുത്തത്. ഇപ്പം അത് ഓൾമോസ്റ്റ് 23% ആണ് ഇൻക്രീസ് ആയിരിക്കുന്നത് കഴിഞ്ഞ ഒരു 6 മാസം കൊണ്ട്. അപ്പം ആ ഒരു സിനാരിയോയിൽ നോക്കുമ്പോൾ ഇതുപോലുള്ള ഹൈഡ്രജൻ പോലുള്ള സോഴ്സ് നമ്മൾ റിന്യൂവബിൾ സോഴ്സുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരും ഡിപ്പെൻഡൻ്റ് അല്ല. നമുക്ക് ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. വെള്ളമുണ്ടെങ്കിൽ നമുക്ക് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. പെട്രോൾ, ഡീസൽ എന്നുള്ളത് മാറി ഇലക്ട്രിക്കൽ ഉണ്ട്, CNG ഉണ്ട്. അപ്പോൾ അതിലേക്ക് കൂടിയാണ് ഹൈഡ്രജൻ ഇത് വരുന്നത്. അത് സാധാരണ ഇപ്പോൾ ഇത്രയും കോമൺ ആയിട്ടുള്ള തരത്തിലോട്ടൊക്കെ മാറുന്നത് അതിന് എത്ര സമയം എടുക്കും? ഇന്നത്തെ ഒരു എനർജി സിനാരിയോയിൽ ഒരു എനർജി മിക്സ് ആണ്. അത് റിന്യൂവബിൾ എനർജിയും നാച്ചുറൽ ഗ്യാസും കൂടെ ഉള്ള ഒരു മിക്സ് ആയിട്ടുള്ള ഒരു എനർജി സിനാരിയോയിലോട്ട് വന്നാലേ നമുക്കിത് ബാലൻസ് ചെയ്തിട്ട് ഇത് കാർബൺ ന്യൂട്രലിലോട്ട് പോകാൻ പറ്റും. വണ്ടികളുടെ ഉപയോഗത്തിന് വാഹനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ നമുക്ക് ഹൈഡ്രജൻ ഇപ്പം പെട്രോളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലോ കാരണം നമ്മളൊരു പെട്രോൾ പമ്പിൽ ഒരു വണ്ടി ഫ്യൂൽ ചെയ്യാൻ നമുക്കൊരു 5 മിനിറ്റ് മതി. ആ ഒരു 5 മിനിറ്റ് എടുക്കത്തുള്ളൂ ഒരു ഹൈഡ്രജൻ വെഹിക്കിൾ ഫില്ല് ചെയ്യാനും. അതേസമയം ഇലക്ട്രിക്കിനാണെങ്കിൽ അത് പറ്റത്തില്ല. ഇലക്ട്രിക് അത് എടുക്കുന്നുണ്ട്. ഇപ്പം ഫാസ്റ്റ് ഫ്യൂലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഹൈഡ്രജൻ എഫിഷ്യൻസി ഈസ് വേർഡ്. അൾട്ടിമേറ്റ്ലി ഗവൺമെൻറ്റും അതാണ് ആഗ്രഹിക്കുന്ന ഒരു എനർജി മിക്സ്, ടാർഗറ്റ് ഒരു കാർബൺ ന്യൂട്രലിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ ഒരു ചിലവുണ്ടല്ലോ, അത് സാധാരണ കുറച്ച് കൂടുതലാണെന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ കൂടുതൽ സജീവമാകുമ്പോൾ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമോ? ഒരു ഹൈഡ്രജൻ പ്രൊഡക്ഷൻ ഫെസിലിറ്റിക്കകത്ത് ഓൾമോസ്റ്റ് 50 to 60% ഇലക്ട്രോളൈസറിൻ്റെ കോസ്റ്റാണ്. അപ്പം അത് നമുക്ക് ഇവിടെ ഇന്ത്യയിൽ നമ്മളതിനെ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാലേ അതും വാസ്റ്റായിട്ട് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കോസ്റ്റ് കുറച്ചുകൊണ്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പം ഗവൺമെൻറ് സൈഡ് സ്കീം വെച്ചിട്ട് ഗവൺമെൻറ് സബ്സിഡിയൊക്കെ കൊടുത്ത് പല മേജർ കമ്പനികളും ഇന്ത്യയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഹാഫ് ആ ഒരു ഹൈഡ്രജൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്, ആ ഒരു ഇലക്ട്രോളൈസറിൻ്റെ കോസ്റ്റ് കുറയുക. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങളുടെ കൂട്ടുള്ള കമ്പനികളാണ് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ കോസ്റ്റ് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു യൂസേജ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറഞ്ഞു വരും അതിൻ്റെ കോസ്റ്റ്. നെടുമ്പാശ്ശേരിക്ക് അടുത്ത് അവിടെ ഒരു ഹൈഡ്രജൻ സ്റ്റേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ആ ഒരു പമ്പ് യാഥാർത്ഥ്യമാവുന്നതും അങ്ങനെ ആളുകളോട്ട് കൂടുതൽ എത്തുന്നതൊക്കെ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റ് അത് എത്രത്തോളം ഗുണകരമാകുന്നുണ്ട്? ആദ്യത്തെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ബെനിഫിറ്റ് കിട്ടിയ ഒരു സ്റ്റേറ്റാണ് കേരള. നമ്മുടെ കൊച്ചിയിലെ
സ്റ്റേഷന് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യും. ബസ്സാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പബ്ലിക് അത് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അതിനകത്തൊരു അവയർനെസ് വരും. ഹൈഡ്രജൻ ഒരു സേഫായിട്ടുള്ള ഒരു ഫ്യൂവലാണെന്നുള്ളത്. അത് കഴിഞ്ഞ് ആൾക്കാർ അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് വേണം. ഗവൺമെൻറ്റിൻ്റെ എസ്പെഷ്യലി സ്റ്റേറ്റ് ആസ് വെൽ എസ് സെൻട്രൽ സ്കീം വളരെയധികം ഉണ്ട്. സ്റ്റേറ്റിൻ്റെ ഒരു പുഷ് വളരെയധികം ആവശ്യമാണ്. പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരു ഇന്ധനമായിട്ടാണ് ഹൈഡ്രജനെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ കൂടിയാണ് അദ്ദേഹം വിശദമാക്കിയത്. വിജേഷ് പുതാശ്ശേരിക്കൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.